പലരും പറയും എന്തിനാണ് ഓണാഘോഷം. ഓണാഘോഷം വേണം, കാരണം അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. ഒരുപാട് പേര് അസോസിയേറ്റഡ് ആണ് ഇതിൽ. ഒരു ഫ്ലോട്ട് വരുന്നു, ആ ഫ്ലോട്ട് റെഡി ആവണമെങ്കിൽ എത്ര ആൾക്കാരുടെ പ്രയത്നം വേണം. അപ്പൊ അവർക്കൊക്കെ ഇത് കിട്ടുകയാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ, ഇതിൽ ബെനിഫിറ്റ് ചെയ്യുന്ന താഴെയുള്ള ആൾക്കാർ തൊട്ട് ഒരുവിധം നല്ല അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാവരും ബെനിഫിറ്റഡ് ആവുകയാണ്. ഇപ്പോൾ സദ്യ ഒരുക്കുന്നു, എന്തിനും ഇത്രയും കല്യാണത്തിന് ആഘോഷം എന്ന് ചോദിക്കും. പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. അപ്പോൾ ധൂർത്തടിച്ച് കളയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഉള്ളത് നല്ല കണ്ടെയ്ൻ ചെയ്ത് എല്ലാവരിലും എത്തുന്നു. അവരും പൈസ കിട്ടിയാലല്ലേ അവന്റെ വീട്ടിൽ ഓണം ഉണ്ടാവുള്ളൂ, അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഓണം എത്തണമെങ്കിൽ അതുപോലെ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നില്ലേ, ഈ വഴിയോര കച്ചവടക്കാർക്കൊക്കെ ഈ ഒരു കുറച്ച് ദിവസത്തെ കച്ചവടത്തിലാണ് അവരുടെ കുറെ നാളത്തെ ജീവിതം. അപ്പൊ ഓണം വരണമെങ്കിൽ ആ എല്ലാ ഏരിയയിലും അത് സ്പ്രെഡ് ചെയ്ത് വരണം. അതിനൊരു മനോഹാരിതയുണ്ട്. തീർച്ചയായും എല്ലാ ഫെസ്റ്റിവലിനും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള. ഇപ്പൊ ക്രിസ്മസ് ആയാലും ഓണം ആയാലും വിഷു ആയാലും അല്ലെങ്കിൽ റംസാൻ ആയാലും ഏതൊരു ഇതിനും അതിൻ്റെതായിട്ടുള്ള ട്രഡീഷൻ നമ്മൾ പകർത്തണം.